നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പുഷ്പ 2 ദ റൂൾ. സത്യത്തിൽ പുഷ്പ 2ന്റെ 4ാം ദിവസത്തിലേക്ക് വരുമ്പോഴത്തേക്ക് റെക്കോർഡ് കളക്ഷനാണ് സിനിമ നേടുന്നത്. കാരണം പുഷ്പ കണ്ടിറങ്ങിയിട്ടുള്ള ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസ് നമ്മളെല്ലാവരും കണ്ടതാ. ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു. കാരണം സിനിമ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു, സിനിമ കൊള്ളാമെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണലി ഒരു പറയുകയാണെങ്കിൽ പുഷ്പ 1 കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കണ്ടാൽ അത് വേസ്റ്റ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ എന്താണെങ്കിലും പുഷ്പയ്ക്ക് വലിയ രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് നേടുന്നത്. ആദ്യ ദിനം സിനിമ നേടിയത് 170 കോടി. അതായത് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളെയും ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് തന്നെയാണ് ഈ സിനിമ നേടിയത്. ഓക്കെ, അപ്പൊ പുഷ്പ 2 ഗംഭീരമായിട്ടുള്ള കളക്ഷൻ നേടുന്നുണ്ട്, 1000 കോടിയിലേക്ക് എത്തും എന്നാണ് അണിയറ പ്രവർത്തകർ ഇപ്പം അവകാശപ്പെടുന്നത്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജയറാമിന്റെ മകൻ കാളിദാസിന്റെ വിവാഹം. കാരണം ഏതൊരു സെലിബ്രിറ്റിയുടെ വിവാഹം കഴിഞ്ഞാലും അത് പിന്നീട് ചർച്ചയാകാറുണ്ട്. ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു കല്യാണമൊന്നുമല്ല നടക്കുന്നത്, ഒരുപാട് കല്യാണങ്ങൾ നടക്കും. അപ്പൊ ഇതുപോലുള്ള സെലിബ്രിറ്റികളുടെ ഒക്കെ കല്യാണം വരുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാവും. കാരണം എല്ലാവരും ഇവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അല്ല അവിടെ കല്യാണത്തിന് വരുന്ന ആൾക്കാരൊക്കെ എല്ലാവരും ഇവരെ ഇങ്ങനെ വാച്ച് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ആ ഒരു തിക്കിലും തിരക്കിലും ഒക്കെ മറ്റുള്ളവരുടെ കല്യാണങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടന്ന സമയത്ത് എല്ലാ സെലിബ്രിറ്റികളും വന്നു. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കായും ആ ഒരു കല്യാണ ചടങ്ങിൽ വരുന്ന സമയത്ത് ഒരുപാട് വിവാദങ്ങളും ഒരുപാട് കമന്റുകളും ഒക്കെ കമന്റ് ബോക്സിലൊക്കെ നമ്മൾ കണ്ടു. കാരണം മമ്മൂക്ക കയറുന്ന സമയത്ത് മമ്മൂക്കായെ ചെക്ക് ചെയ്യുന്നു, മറ്റുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് ചെക്ക് ചെയ്യുന്നില്ല. അപ്പം അത് വേറൊരു തലത്തിലേക്ക് ആൾക്കാർ കൊണ്ടെത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ജയറാമിന്റെ മകന്റെ കല്യാണം നടന്നപ്പോഴും ഇത്തരത്തിലുള്ള വിവാദങ്ങളും ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെയാണ് ഇപ്പം കമന്റ് ബോക്സിൽ കൂടുതലായിട്ട് വൈറലാകുന്നത്. എന്തായാലും നമുക്ക് ജയറാം പറയുന്നത് എന്താണ് എന്ന് കേട്ടതിന് ശേഷം നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് വരാം. ഞങ്ങളുടെ സന്തോഷം എത്രമാത്രമാണെന്ന് ഒരു വാക്കിലിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഏകദേശം ഒരു 10-32 വർഷങ്ങൾക്ക് മുമ്പ് 1992 സെപ്റ്റംബർ 7-ാം തീയതി അശ്വിയുടെ കഴുത്തിൽ ഈ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് താലി ചേർത്താൻ ഒരു ഭാഗ്യമുണ്ടായി. അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥി എത്തി, എൻ്റെ കണ്ണൻ, പിന്നെ ഞങ്ങളുടെ ചക്കിമോളെത്തി. ഇന്നിപ്പോൾ 2 അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെയുണ്ട്, ഒരു മോനും ഒരു മോളും കൂടി. ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല, ഞങ്ങളുടെ മോനും മോളും. എന്തായാലും അത്രയധികം സന്തോഷം. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് ഇന്ന് കണ്ണന് കാരുവിൻ്റെ കഴുത്തിൽ താലി ചാർത്താൻ കഴിഞ്ഞില്ല. എത്ര സന്തോഷം. ഇതാണ് മോൻ്റെയും മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം. അത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നെത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയണമെന്ന് അറിയില്ല. ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു വിഷ്, അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു. നന്നായിരിക്കട്ടെ 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 എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. ഒരുപാട് ഓക്കെ, അപ്പം ജയറാമിന്റെ ഈ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ജയറാം നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ജയറാം പറയുന്ന ചില വാക്കുകൾ, അതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഈ ട്രോളർമാർ എടുത്തിട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുക. അതായത് പാർവതിയെ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് ഒരു പുതിയൊരു അതിഥി വന്നു, കാളിദാസൻ. അതിനുശേഷം മകള് വന്നു. അപ്പം മക്കൾ അതിഥിയാണോ എന്ന രീതിയിലാണ് ചില കമന്റുകൾ വന്നത്. അതിനകത്ത് ചില കമന്റുകൾ ഞാനൊന്ന് വായിക്കാം. അതായത് ഈ വിവാഹം കഴിയുമ്പോഴത്തേക്ക് ജയറാം ഈ പെണ്ണിന്റെ ചെറുക്കനെ കൈപിടിച്ചു കൊടുക്കുന്ന ഒരു രംഗം ആ ഒരു വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഒരു കമന്റ് വന്നിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ അച്ഛൻ എവിടെ? അയാളല്ലേ അത് ചെയ്യേണ്ടത്. സ്ഥാനം ഇത് ചെറുക്കന്റെ അച്ഛനല്ല ചെയ്യുന്നത്. എന്തുവാടെ മോളെ മകന് കൊടുത്തു, അതിനർത്ഥം സഹോദരൻ സഹോദരിയെ കല്യാണം കഴിച്ചു എന്നാണോ? അതിന് അച്ഛനില്ലെങ്കിൽ അമ്മാവൻ ചെയ്യണം ആ കർമ്മം, അല്ലാതെ ചെക്കൻ്റെ അച്ഛനല്ല ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ചില കമന്റുകൾ ഇതിനകത്ത് ഇങ്ങനെ വരുന്നുണ്ട്. സത്യത്തിൽ ഒരു സെലിബ്രിറ്റിയുടെ മകൻ ഒക്കെ കല്യാണം ഇപ്പൊ, കാരണം ഈ ആചാരം അനുസരിച്ചിട്ട് ഈ പറയുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. പക്ഷെ ജയറാം അത് ചെയ്യുന്നുണ്ട് അതിനകത്ത്. അതോടൊപ്പം തന്നെ ഈ അതിഥി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്, കാരണം മക്കളെ അതിഥി എന്നല്ലല്ലോ വിശേഷിപ്പിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ നമ്മളൊരു വാഹനം മേടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു അതിഥി വന്നു എന്ന് പറയാം. ഇപ്പൊ മകൻ വിവാഹം ചെയ്തുകൊണ്ട് വരുന്ന പെൺകുട്ടീനെ മകളാണ് എന്ന് തന്നെ ജയറാം ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുക. കാരണം സെലിബ്രിറ്റികളുടെ എന്തെങ്കിലും വിഷയം വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉള്ള കമന്റുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രോളൊക്കെ നമ്മൾ സാധാരണ കാണാറുണ്ട്. എന്നാലും ജയറാമിന്റെ മകന്റെ വിവാഹം ഇന്നലെ ഗംഭീരമായ രീതിയിൽ തന്നെയാണ് ഗുരുവായൂർ നടന്നത്. ഒരുപാട് ഇപ്പൊ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരെ
ഉണ്ടായിരുന്നു. സഹപ്രവർത്തകനാണ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ചെന്നൈയിൽ വെച്ചിട്ട് ഇനി ഒരു വിവാഹം കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ജയറാം പറയുന്നുണ്ട് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജയറാമിന്റെ മകന്റെ കല്യാണവും അതോടൊപ്പം തന്നെ ജയറാമിന്റെ മകളായിട്ടുള്ള ചക്കിയുടെ സൗന്ദര്യത്തെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കമന്റുകളൊക്കെ വരുന്നത്. സത്യത്തിൽ ആ കമന്റുകളൊന്നും നമ്മൾക്ക് വായിക്കാൻ താല്പര്യമില്ല. ആ ഒരു വീഡിയോയുടെ താഴെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം.